നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ കണ്ടിട്ടുള്ള ആവേശമൊന്നും ഇന്നില്ല. ഇന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ തണുത്തിരിക്കുകയാണ്. യുവനടിയുടെ വെളിപ്പെടുത്തലെ തുടർന്ന് ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ തിടുക്കത്തിൽ കേസെടുക്കേണ്ടത് പോലീസ് തീരുമാനം. രാഹുലിന്റെ പേര് പറയാതെയാണ് പെൺകുട്ടി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ വന്ന കാര്യങ്ങൾക്കും വ്യക്തമായ തെളിവുകളുടെ പിൻബലമില്ലാത്തതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതോടെ പോലീസ് കേസെടുക്കാനുള്ള സാധ്യതയും കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പരാതി നൽകിയിട്ടുള്ളത്. കേസെടുത്താൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ആരോപണ വിധേയനെതിരെ പരാതിക്കാരന്റെ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗർഭചിത്രം നടന്നിട്ടുണ്ടോ, ഗർഭസ്ഥ ശിശു ജീവിച്ചിരിപ്പുണ്ടോ, ഇരയായ പെൺകുട്ടിയുടെ ആരോഗ്യത്തെ എത്രമാത്രം ബാധിച്ചു എന്നീ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. കേസിൽ മുന്നോട്ടു പോകണമെങ്കിൽ ഇരയെ കണ്ടെത്തുകയോ ഇര കൂടുതൽ വിവരങ്ങൾ കൈമാറുകയോ പരാതി നൽകാനോ തയ്യാറാകണം. ഗർഭചിത്ര ആരോപണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്ന് കാത്തിരിക്കാമെന്നാണ് പോലീസ് തീരുമാനം. ഇതോടൊപ്പം രാഹുലിനെതിരെ പാർട്ടിയിൽ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാർ പാർട്ടിയെ സമീപിക്കുമോ എന്നറിയാനും പോലീസിന് നീക്കമുണ്ട്. യുവനടിയുടെ വെളിപ്പെടുത്തലെ തുടർന്ന് ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് എറണാകുളം സെൻട്രൽ പോലീസിലും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയത്. യുവതിയും രാഹുലും തമ്മിലുള്ളതെന്ന നിലയിൽ പുറത്തുവന്ന ഫോൺ സംഭാഷണം ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് കുറ്റകരമായിരിക്കെ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കുന്നതാണ് രാഹുലിന്റെ പ്രവൃത്തി. പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങൾ പ്രകാരം സ്ത്രീയെ രാഹുൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ട്. പല ഗുരുതര വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഗർഭസ്ഥ ശിശുവിന്റെ അവകാശം സംരക്ഷിക്കാൻ ബാലാവകാശ കമ്മീഷൻ ഇടപെടണമെന്നാണ് സത്യാവസ്ഥ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ നൽകിയ പരാതിയിലെ ആവശ്യം. അതേസമയം വിഷയത്തിൽ രാഹുലിനെതിരെ യുവതി പരാതി നൽകിയിട്ടില്ല. അതേസമയം തനിക്കെതിരെയും നിയമപരമായി ഒരു പരാതിയും ഇല്ലെന്നായിരുന്നു രാജിവെച്ച ശേഷമുള്ള രാഹുലിന്റെ ന്യായീകരണം. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഗർഭചിത്രം ആവശ്യപ്പെടുന്ന ശബ്ദരേഖയെക്കുറിച്ച് കൃത്യമായി മറുപടി നൽകാനും രാഹുൽ തയ്യാറായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സാധ്യമല്ലേ എന്നുള്ള രീതിയിലാണ് രാഹുൽ, അതായത് ഇത്തരത്തിലുള്ള ഒരു വോയിസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ലേ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടിയായിരുന്നു രാഹുൽ പറഞ്ഞിരുന്നത്. യുവനടിയും മുൻ മാധ്യമ പ്രവർത്തകയുമാണ് ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത്. പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പ്രവാഹമായിരുന്നു. രണ്ട് രീതിയിലാണ്. ചില ആളുകൾ ഇതിനെ വിമർശിക്കുന്നുണ്ട്, ചില ആളുകൾ ഇതിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ എവിടുന്ന് ഈ ഒരു ഇലക്ഷൻ സമയം എടുക്കാറായപ്പോൾ എവിടുന്നാണ് ഇത്രയും പരാതി, ഈ പരാതിക്കാരികളൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നും കമന്റുകളിലൂടെ ആളുകൾ ചോദിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയാണ് രാഹുലിന്റേതെന്ന് പറഞ്ഞ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. രാഹുലിനെതിരെ AICCക്ക് 9-ലധികം പരാതികളാണ് കിട്ടിയതെന്നാണ് പുറത്തുവരുന്ന വിവരവും. മുൻ MP-യുടെ മകളടക്കം AICCക്ക് പരാതി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഒരു സ്ത്രീക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീല സ്വരത്തിൽ തുടർച്ചയായി അയച്ച സാമൂഹിക മാധ്യമ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഫോൺ നമ്പർ ചോദിച്ച് സ്ത്രീയെ രാഹുൽ ശല്യപ്പെടുത്തുന്നത് ചാറ്റിൽ കാണാം. ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആയി തുടരും. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് തള്ളി. ഈ ആവശ്യം കടുപ്പിക്കാൻ CPM-ഉം തയ്യാറല്ല എന്നതും കോൺഗ്രസിന് ആശ്വാസം നൽകുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. സംഘടനാപരമായ നടപടി മാത്രം മതിയെന്നും കോൺഗ്രസിൽ ധാരണയായി. അതേസമയം രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു. രാഹുലിനെതിരായ എല്ലാ ആരോപണങ്ങളും സമിതി അന്വേഷിക്കും. ലൈംഗിക അതിക്രമ കേസും നേരിട്ടിട്ടും മുകേഷ് MLA ആയി തുടരുന്നതടക്കം ഉന്നയിച്ച് കോൺഗ്രസ് MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യത്തെ പ്രതിരോധിക്കും. നിയമസഭാ സമ്മേളനത്തിൽ നിന്നും ഇക്കുറി രാഹുലിനെ മാറ്റി നിർത്താനാണ് സാധ്യത. 2 ദിവസം കഴിയുമ്പോൾ പ്രതിഷേധങ്ങൾ അവസാനിക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇനിയൊരു അവസരം നൽകേണ്ടതില്ലെന്ന് ധാരണയായി. വിഷയത്തിൽ കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തേണ്ട എന്നാണ് നിർദ്ദേശം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനായി നേതാക്കളുടെ പിടിവലിയാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും MK രാഘവനും നോമിനികളെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന.
തെരഞ്ഞെടുപ്പ് വർഷത്തിൽ മുന്നണിയുടെ രാഷ്ട്രീയ പോരാട്ടത്തിന് വിലങ്ങുതടിയാകുമെന്ന് കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനോട് രാജി ആവശ്യപ്പെട്ടത്. രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്തി മുന്നോട്ടു പോയാൽ ഇനിയും പരാതികൾ ഉയർന്നു വരുമെന്നതും കോൺഗ്രസിനെ രാഹുലിനെ കൈവിടാൻ പ്രേരണയായി. രേഖാമൂലമുള്ള പരാതി ഇല്ലെങ്കിലും ഉയർന്നു വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് സ്വീകരിച്ച കർശന നിലപാടാണ് രാഹുലിന് വിനയായത്. കോൺഗ്രസിൽ സമീപകാലത്തൊന്നും ഒരു യുവ നേതാവിന് ലഭിക്കാത്തത്ര പരിഗണനയോടെ അതിവേഗം നേതൃപദവിയിലേക്ക് ഉദിച്ചുയർന്ന നേതാവിനാണ് രാജിയിലൂടെ നാണം കെട്ട പതനമാണ് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ കണ്ടത്. ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിന് പ്രതിരോധമൊരുക്കിയതും എതിരാളികളെ നിലം പരിശാക്കുന്ന അല്ലെങ്കിൽ വാക്ചാതുര്യതയുമാണ് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലും പിന്നാലെ MLA പദവിയിലും എത്തിക്കുന്നത്. താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തനം നടത്തി പടിപടിയായുള്ള ഉയർച്ചയ്ക്ക് പകരം നേരിട്ട് പെട്ടെന്ന് നേതൃപദവിയിലെത്തിയ നേതാവാണ് രാഹുൽ. പ്രതീക്ഷിതമായി ലഭിച്ച സ്റ്റാർഡം തന്നെയാണ് രാഹുലിനെ വീഴ്ത്തിയതും. KSU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി, NSU ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവികളിൽ ഇരുന്ന ശേഷമാണ് തെരഞ്ഞെടുപ്പിലൂടെ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തുന്നത്. A ഗ്രൂപ്പ് പ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ച രാഹുലിന്റെ പക്ഷത്തുള്ളവർ വ്യാജ ഇലക്ഷൻ ID കാർഡ് തയ്യാറാക്കിയെന്ന ആരോപണം പോലീസ് കേസായി മാറിയിരുന്നു. പാലക്കാട് MLA എന്ന ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ രാഹുലിന്റെ നിയമസഭയിലേക്ക് വഴി തുറന്നത്. സൈബർ ഇടങ്ങളിലും ചാനൽ ചർച്ചകളിലും പാർട്ടിയുടെ വജ്രായുധമായി മാറിയ രാഹുലിന് യൂത്ത് കോൺഗ്രസിൽ മികച്ച പിന്തുണയാണ് ലഭിച്ചിരുന്നത്. പാർട്ടിക്കെതിരെ ആക്രമണങ്ങളിൽ CPM നോട്ടമിട്ട എതിരാളികളിൽ ഒരാളായി അദ്ദേഹം മാറി. പിന്നാലെ ആരോപണങ്ങൾ പലതായി അന്തരീക്ഷത്തിൽ പാറിപ്പറന്നെങ്കിലും അതിനെല്ലാം എതിരാളികളുടെ പ്രചാരണമായി തള്ളുകയായിരുന്നു രാഹുൽ. സമീപകാലത്ത് രാഹുലിനെതിരെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം കൊടുമ്പിരി കൊണ്ടപ്പോഴും ദിവസങ്ങളോളം മാറി നിന്ന ശേഷം ഹു കെയേഴ്സ് എന്ന മറുപടിയുമായാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അതേ പ്രയോഗം തന്നെ ഉപയോഗിച്ചാണ് രാഹുലിന്റെ പേര് പറയാതെ യുവനടി തനിക്ക് നേരിട്ട ദുരനുഭവം തുറന്നു പറഞ്ഞത്. പിന്നാലെ പ്രവാസി എഴുത്തുകാരിയും രാഹുലിൽ നിന്നുണ്ടായ ദുരനുഭവം പേരെടുത്ത് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഇതിന് പിന്നാലെ രാഹുൽ നടത്തിയതെന്ന് പറയുന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നു. കേന്ദ്രത്തിലും കേരളത്തിലും പതിറ്റാണ്ടുകളായി അധികാരമില്ലാത്ത കോൺഗ്രസിനെ സംസ്ഥാനത്ത് ഭരണത്തിലെത്തിക്കാൻ നേതൃത്വം ശ്രമിക്കുമ്പോഴാണ് ഇടുത്തിയായി പാർട്ടി പോരാളികളിൽ ഒരാൾ തന്നെ ആരോപണ കുരുക്കിൽ പദവി ഒഴിയുന്നതും നേതൃത്വം പ്രതിക്കൂട്ടിലാകുന്നതും. സമീപകാലത്തായി UDF മുന്നിൽ നിന്ന് പ്രതിരോധിച്ച യുവ നേതാവിനെയാണ് ഇത്തരത്തിൽ വലിയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ താഴെ ഇറക്കിയിരിക്കുന്നത്.